ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് 1ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഉത്കൃതനം 1ാം ദിവസം അഥവാ ഇൻറ്റഗ്രേഷൻ ഡേ 1 എക്സാം കഴിഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്ത് വരാം കേട്ടോ. അപ്പോൾ അതിലോട്ട് പോകുന്നതിന് മുന്നേറ്റ് ഇന്നത്തെ എക്സാം ഈസി ആയിരുന്നു ഇല്ലയോ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, വീഡിയോ കാണുന്ന കൂട്ടുകാർ നമ്മുടെ കമൻറ്റ് ബോക്സ് പറയാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് ആദ്യത്തെ പ്രവർത്തനം നിറം നൽകാനായിരുന്നു. ടീച്ചർ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം നമുക്ക് തന്നിട്ടുള്ള ചിത്രം എന്തായിരുന്നു? ഒരു മുത്തശ്ശിയുടെ ചിത്രമായിരുന്നു അല്ലേ. ഒരു മുത്തശ്ശി വടിയും കുത്തിപ്പിടിച്ച് പാടവരമ്പിലൂടെ നടന്നു പോകുന്ന ഒരു ചിത്രമായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. എല്ലാ കൂട്ടുകാരും ചിത്രത്തിന് യോജിച്ച രീതിയിൽ തന്നെ നിറം നൽകിയില്ലേ? ഓക്കെ മക്കളെ, എങ്കിൽ നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനത്തിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, നമുക്കുള്ള രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. കഥ വായിക്കാം. നമുക്കൊരു വായിക്കാനായിട്ട് കഥ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. മുത്തശ്ശി നെയ്യപ്പം ചുട്ടു, മുത്തശ്ശനും ഒപ്പം കൂടി. 9 നെയ്യപ്പം വീതം വെച്ചു. 1 ബാക്കിയായി. 2 പേരും തമ്മിൽ തർക്കമായി. നമുക്ക് മിണ്ടാതിരിക്കാം, ആദ്യം മിണ്ടുന്ന ആൾ തോൽക്കും, മുത്തശ്ശി പറഞ്ഞു. ജയിക്കുന്ന ആൾക്ക് 5 അപ്പം. മുത്തശ്ശൻ സമ്മതിച്ചു. പാൽക്കാരനും മീൻകാരനും വന്ന് വിളിച്ചു. ആരും മിണ്ടിയില്ല. അപ്പോൾ ഇതായിരുന്നു അല്ലേ മക്കളെ നമുക്ക് തന്നിട്ടുള്ള സ്റ്റോറി. ഇനി ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു നോക്കിക്കേ. ആരൊക്കെയാണ് നെയ്യപ്പം ചുട്ടത്? ആരൊക്കെയായിരുന്നു? നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ആയിരുന്നു അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. മുത്തശ്ശനും മുത്തശ്ശിയും എത്ര നെയ്യപ്പമാണ് ചുട്ടത്? എത്ര നെയ്യപ്പമായിരുന്നു മക്കളെ? നമ്മുടെ കഥയിൽ തന്നിട്ടുണ്ട് അല്ലേ. 9 നെയ്യപ്പമായിരുന്നു അവർ ചുട്ടിട്ടുണ്ടായിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2 പേർക്കുമായി വീതിച്ചപ്പോൾ എത്ര എണ്ണം ബാക്കി വന്നു എന്നായിരുന്നു ചോദിച്ചിട്ടുള്ളത് അല്ലേ. എത്ര എണ്ണമായിരിക്കും മക്കളെ ബാക്കി വന്നിട്ടുണ്ടായിരിക്കുക? 1 മാത്രമേ ബാക്കി വന്നിട്ടുണ്ടായിരിക്കൂ അല്ലേ. എല്ലാ കൂട്ടുകാരും എഴുതിയിട്ടില്ലേ? ഇനി ആർക്കെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. മുത്തശ്ശിയുടെ വീട്ടിൽ ആരൊക്കെയാണ് വന്നത്? ആരൊക്കെയായിരുന്നു മക്കളെ? മീൻകാരനും പാൽക്കാരനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ലാസ്റ്റ് ചോദ്യം നോക്കിക്കേ. തർക്കം തീർക്കാൻ മുത്തശ്ശി പറഞ്ഞത് എന്തായിരുന്നു പറഞ്ഞത്? നമുക്ക് എന്ത് ചെയ്യാം, മിണ്ടാതിരിക്കുക അല്ലേ. ആദ്യം മിണ്ടുന്ന ആൾ എന്ത് ചെയ്യും? തോൽക്കൂ അല്ലേ. മിണ്ടാതിരിക്കുന്ന ആൾക്ക് എന്തെടുക്കാം? 5 നെയ്യപ്പം എടുക്കാം എന്നതായിരുന്നു മുത്തശ്ശിയും മുത്തശ്ശനും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലോട്ട് പോകാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ മക്കളെ. അടുത്ത പ്രവർത്തനം നോക്കിക്കേ. നെയ്യപ്പം. വീട്ടിലേക്ക് കൊണ്ടുപോയ നെയ്യപ്പം എത്രയെന്ന് കണ്ടെത്തൂ. നോക്കിക്കേ മക്കളെ, അവിടെ മത്തായി, അതുപോലെ കേശു, അബു എല്ലാവരും എന്ത് ചെയ്തു? വീട്ടിലോട്ട് നെയ്യപ്പം കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മത്തായിക്ക് കിട്ടിയ നെയ്യപ്പവും അവൻ തിന്ന നെയ്യപ്പവും ഒക്കെ നമുക്ക് അവിടെ എണ്ണം തന്നിട്ടുണ്ട്. അവർ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുള്ള നെയ്യപ്പമാണ് മക്കൾ കണ്ടെത്തേണ്ടത് അല്ലേ. അപ്പം കുറയ്ക്കുന്ന കണക്കായിരുന്നു ഇവിടെ നമുക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്നത് അല്ലേ. നോക്കിക്കേ, മത്തായിക്ക് 15 നെയ്യപ്പം കിട്ടി. അതിൽ നിന്ന് എത്ര എണ്ണം അവൻ കഴിച്ചു? 7 നെയ്യപ്പം അവന് കഴിച്ചു അല്ലേ. എങ്കിൽ ബാക്കി എത്ര നെയ്യപ്പം ഉണ്ടായിരിക്കും മക്കളെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ? 8 നെയ്യപ്പം ഉണ്ടായിരിക്കും അല്ലേ. അടുത്തത് കേശു 20 നെയ്യപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു. 10 എണ്ണം അവൻ കഴിച്ചു. പിന്നീട് വീട്ടിലേക്ക് എത്ര കൊണ്ടുപോയിട്ടുണ്ടായിരിക്കും? 10 എണ്ണമായിരിക്കും കൊണ്ടുപോയിട്ടുണ്ടായിരിക്കുക അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അബു അല്ലേ. അബു 15 നെയ്യപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു. 5 എന്ത് ചെയ്തു? അവൻ കഴിച്ചു അല്ലേ. ബാക്കി എത്ര ഉണ്ടായിരിക്കും? 10 എണ്ണമായിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ. അതിൽ മറ്റൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടായിരുന്നു. മത്തായിക്കും കേശുവിനും കൂടി ആകെ എത്ര നെയ്യപ്പം കിട്ടി എന്നതായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 35 നെയ്യപ്പമാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. നന്നായി വളരാൻ. നല്ല ആരോഗ്യത്തിന് നാം കഴിക്കേണ്ട ആഹാര സാധനങ്ങൾക്ക് സ്മൈലി വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നോക്കിക്കേ മക്കളെ, അവിടെ ഏതിനൊക്കെ വരയ്ക്കാം? പാല്, അതുപോലെ തന്നെ പച്ചക്കറികൾ, പഴങ്ങൾ അല്ലേ. പിന്നെ അരി, ഗോതമ്പ് പോലുള്ള ധാന്യങ്ങൾ, അതുപോലെ തന്നെ മുട്ട, മീൻ അല്ലേ. ഇവയ്ക്കൊക്കെയാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്? സ്മൈലി വരയ്ക്കേണ്ടത് കേട്ടോ. എല്ലാ കൂട്ടുകാരും കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അവിടെ ഐസ്ക്രീമും ഷവർമയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനൊന്നും മക്കൾ വരച്ചിട്ടില്ലല്ലോ. ഓക്കെ മക്കളെ, ഇനി അതിൽ തന്നെ മറ്റൊരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ പെടാത്തതിനെ വട്ടത്തിലാക്കൂ എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അവിടെ നമുക്ക് പഴം, കൈതച്ചക്ക, ബർഗർ, ആപ്പിൾ, ക്യാരറ്റ് അല്ലേ. ഇത്രയും ചിത്രങ്ങളായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. ഇതിലേതാണ് മക്കളെ കൂട്ടത്തിൽ പെടാത്തത്? ബർഗറാണ് അല്ലേ. മറ്റ് തന്നിട്ടുള്ള ആഹാര സാധനങ്ങളാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതായിട്ടുള്ളത് അല്ലേ. ഓക്കെ മക്കളെ, എല്ലാവരും ബർഗർ വട്ടത്തിനുള്ളിലാക്കിയില്ലേ. ഇനി അതിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യം നോക്കിക്കേ. അപ്പുവിൻ്റെ ഡയറി. ഞാൻ മുത്തശ്ശൻ്റെ വീടിനടുത്തെത്തി. വീടിന് മുന്നിൽ ഒരുപാട് ആളുകൾ മുത്തശ്ശിയെ ജീപ്പിലേക്ക് കയറ്റുന്നത് കണ്ടു. മുത്തശ്ശനെ കയറ്റുമ്പോൾ കാല് ജീപ്പിൽ തട്ടി. എൻ്റെ കാലേ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ കരഞ്ഞു. ഞാൻ ജയിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഓടിപ്പോയി.
എനിക്ക് ഒന്നും മനസ്സിലായില്ല. അപ്പം ഇത് നമ്മുടെ അപ്പുവിൻ്റെ ഡയറിയാണേ. അപ്പം ഇതുപോലെ കൂട്ടുകാരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ ഒരു ദിവസത്തെ ഡയറി എഴുതാനായിരുന്നു അല്ലേ. അപ്പോൾ എല്ലാ മക്കളും എഴുതിയിട്ടുണ്ടല്ലോ ഡയറി എഴുതാൻ ആർക്കും പ്രയാസമായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരിക്കില്ല അല്ലേ. കാര്യം നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ക്ലാസ്സിലോട്ട് ഡയറി എഴുതി കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ പരീക്ഷയിലെ ചോദ്യങ്ങൾ. എല്ലാ മക്കളും നന്നായിട്ട് തന്നെ എക്സാം എഴുതിയിട്ടുണ്ടല്ലോ. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ കാര്യം നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയുക. അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.